നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാനത്ത് ശക്തമായ മഴയെ തുടർന്ന് 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഓഗസ്റ്റ് 5-ാം തീയതി ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെൻ്ററുകൾ, കോച്ചിംഗ് ക്ലാസുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കാസർഗോഡ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അംഗനവാടികൾ, ട്യൂഷൻ സെൻ്ററുകൾ, ICSE CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, മദ്രസ ഉൾപ്പെടെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. സ്കൂളുകൾ, മദ്രസകൾ, നഴ്സറികൾ, അതോടൊപ്പം തന്നെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE ICSE സ്കൂളുകൾ എന്നിവയ്ക്കും അവധി ബാധകമായിരിക്കും. മുഴുവൻ വിദ്യാർത്ഥികളും താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, കോഴ്സുകൾക്ക് അവധി ബാധകമല്ല. പത്തനംതിട്ട ജില്ലയിലും കനത്ത മഴ തുടരുന്നതിനാലും അതോടൊപ്പം തന്നെ പ്രളയബാധിത ക്യാമ്പുകൾ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നതിനാലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും. അതേസമയം കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയുടെയും പ്രതികൂല കാലാവസ്ഥയുടെയും പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ക്യാമ്പ് അവസാനിക്കുന്നതുവരെ അവധിയായിരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് വയനാട് ഉൾപ്പെടെ 8 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് ആയിരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട്. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മഴക്കെടുതിയിൽ ഇതുവരെ 15 പേർ മരണപ്പെട്ടതായിട്ടും 7 പേരെ കാണാതായതായിട്ടും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മരണപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് 10,000 രൂപ അനുവദിച്ചതായിട്ടും ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിന് 2 പേർക്ക് എന്ന നിലയിൽ ദിവസവും 300 രൂപ വീതം നൽകുമെന്നും നിലവിൽ സംസ്ഥാനത്തുടനീളം 316 ക്യാമ്പുകളിലായിട്ട് 11,018 പേരാണ് താമസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് SDRF ഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപയും CMDRF ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപയും PMNRFിൽ നിന്ന് 2 ലക്ഷം രൂപയും ചേർത്ത് ആകെ 8 ലക്ഷം രൂപയുടെ ധനസഹായം ലഭ്യമാക്കും. കൂടാതെ വീടുകൾ പൂർണ്ണമായിട്ട് തകർന്നവർക്കുള്ള ധനസഹായം 4 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപയായിട്ടും സ്ഥലവും വീടും നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചതായിട്ടും അറിയിച്ച മുഖ്യമന്ത്രി കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷം തുക എത്രയെന്ന് ഉറപ്പുവരുത്തി അറിയിക്കുമെന്നും കൂട്ടിച്ചേർത്തു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഇന്ത്യൻ ഓയിൽ, ഇൻഡെയിൻ, അതോടൊപ്പം തന്നെ ഭാരത് ഗ്യാസ്, HP ഗ്യാസ് തുടങ്ങി എല്ലാ പൊതുമേഖലാ കമ്പനികളുടെയും ഗാർഹിക LPG ഉപഭോക്താക്കൾ ഓഗസ്റ്റ് 15-നകം നിർബന്ധമായിട്ടും KYC മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കമ്പനികൾ അറിയിക്കുന്നു. LPG സബ്സിഡി ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും അതോടൊപ്പം തന്നെ ഗ്യാസ് വിതരണം കൂടുതൽ സുതാര്യമാക്കുന്നതിനുമാണ് ഈ നടപടി ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഓഗസ്റ്റ് 15-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുടെ ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം അത് ഓഗസ്റ്റ് 16 മുതൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഉപഭോക്താക്കൾക്ക് ബന്ധപ്പെട്ട ഗ്യാസ് കമ്പനികളുടെയൊക്കെ തന്നെ ഔദ്യോഗിക മൊബൈൽ ആപ്പുകൾ വഴിയോ ആധാർ ഫേസ് RD ആപ്പ് ഉപയോഗിച്ചോ വീടുകളിൽ സിലിണ്ടർ എത്തിക്കുന്ന ഡെലിവറി ജീവനക്കാരുടെയൊക്കെ തന്നെ കൈവശമുള്ള ബയോമെട്രിക് മെഷീൻ വഴിയോ ഗ്യാസ് ഏജൻസികളിൽ നേരിട്ടെത്തിയോ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു KYC പൂർത്തിയാക്കാവുന്നതാണ്. കൂടാതെ നിലവിലെ കണക്ഷൻ ഉടമ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലെ അർഹനായിട്ടുള്ള മറ്റൊരാളുടെ പേരിലേക്ക് ഉടമസ്ഥാവകാശം മാറ്റിയ ശേഷമേ ഈ KYC പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ സിലിണ്ടർ വിതരണവും സബ്സിഡിയും തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് നിലവിൽ അനുവദിച്ചിരിക്കുന്ന ഓഗസ്റ്റ് 15 എന്ന സമയപരിധിക്കുള്ളിൽ തന്നെ എല്ലാ LPG ഉപഭോക്താക്കളും മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം തടസ്സങ്ങളില്ലാതെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ സാധാരണ റേഷൻ വിഹിതങ്ങൾ തടസ്സമില്ലാതെ വാങ്ങാനായിട്ട് സാധിക്കുമെങ്കിലും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും സപ്ലൈകോയും സംയുക്തമായിട്ട് നടത്തുന്ന ഓണം വിപണി ഇടപെടലിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ആനുകൂല്യങ്ങളും 16 ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റും ഓഗസ്റ്റ് 10-ാം തീയതിക്ക് ശേഷമേ കാർഡുടമകൾക്ക് പൂർണ്ണമായിട്ട് ലഭ്യമായി തുടങ്ങുകയുള്ളൂ. ഈ ഉത്സവകാലത്ത് പൊതുജനങ്ങൾക്ക് ആശ്വാസമേകാൻ റേഷൻ കടകൾക്ക് പുറമെയായിട്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയും കുറഞ്ഞ നിരക്കിൽ അവശ്യ സാധനങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യാനുള്ള സമഗ്രമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്.
ഇതിൽ ഓരോ കാർഡ് വിഭാഗത്തിനും വെവ്വേറെ ആനുകൂല്യങ്ങളാണ് അനുവദിച്ചിട്ടുള്ളത്. മഞ്ഞ കാർഡ് ഉടമകൾക്ക് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതിനൊപ്പം തന്നെ പാക്കറ്റിന് 7 രൂപ നിരക്കിൽ 3 പാക്കറ്റ് ആട്ടയും ഓഗസ്റ്റ് 10 മുതൽ 16 ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റും വാങ്ങാനായിട്ട് സാധിക്കും. പിങ്ക് കാർഡുകാർക്ക് അംഗമൊന്നിന് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി തന്നെ ലഭ്യമാകും. ഇനി ഗോതമ്പിന് പകരം ആട്ടയാണ് ആവശ്യമെങ്കിൽ പാക്കറ്റ് ഒന്നിന് 1 രൂപ വീതം നൽകിയാൽ മതിയാകും. നീല കാർഡ് ഉടമകൾക്ക് അവരുടെ സാധാരണ വിഹിതമായിട്ടുള്ള അംഗമൊന്നിന് കിലോയ്ക്ക് 4 രൂപ നിരക്കിലുള്ള അരിക്ക് പുറമെ കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ്. അതേസമയം വെള്ള കാർഡുകാർക്ക് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 7 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ സ്പെഷ്യൽ ഗോതമ്പുമാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ നീല വെള്ള കാർഡ് ഉടമകൾക്ക് ഓഗസ്റ്റ് 10 മുതൽ 10 കിലോ ഓണം സ്പെഷ്യൽ അരി കിലോയ്ക്ക് 26 രൂപ നിരക്കിലും സ്റ്റോക്ക് ലഭ്യത അനുസരിച്ച് ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും സ്വന്തമാക്കാവുന്നതാണ്. ബ്രൗൺ റേഷൻ കാർഡുകാർക്ക് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ ഗോതമ്പും 17 രൂപയ്ക്ക് ആട്ടയും ലഭ്യമാക്കിയിട്ടുണ്ട്. റേഷൻ കടകൾ വഴിയുള്ള വിതരണത്തിന് പുറമെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി എല്ലാത്തരം കാർഡ് ഉടമകൾക്കും 20 കിലോ ഓണം സ്പെഷ്യൽ അരി കിലോയ്ക്ക് 26 രൂപ നിരക്കിലും 10 കിലോ സാധാരണ അരി കിലോയ്ക്ക് 33 രൂപ നിരക്കിലും വാങ്ങാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവിപണിയിലെ വിലക്കയറ്റം നടന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് നടത്തുന്ന ഓണം ട്രേഡ് ഫെയറുകൾ ഓഗസ്റ്റ് 8 മുതൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ നഗരങ്ങളിൽ മെഗാ ഫെയറുകളായിട്ട് തുടക്കം കുറിക്കുന്നതാണ്. തുടർന്ന് ഓഗസ്റ്റ് 12 മുതൽ മണ്ഡലാടിസ്ഥാനത്തിലും ഓഗസ്റ്റ് 16 മുതൽ 25 വരെ മറ്റു 11 ജില്ലകളിലും ഈ ഫെയറുകളൊക്കെ തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. 13 ഇനം സബ്സിഡി ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ ഹോർട്ടികോർപ്പ് വഴിയുള്ള വിലക്കുറവിലുള്ള പച്ചക്കറികളും ഈ മേളകളിലൊക്കെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് നിലവിൽ നൽകി വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക 2000 രൂപയിൽ നിന്ന് 3000 രൂപയായിട്ട് ഉയർത്തുമെന്നത് ജനങ്ങൾക്ക് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നാണ്. ഈ വർധനവ് വരാനിരിക്കുന്ന ഓണക്കാലത്ത് ഉടനടി പ്രാബല്യത്തിൽ വരില്ലെങ്കിലും മുൻ വർഷങ്ങളിലെ പോലെ അടുത്ത മാസത്തെ പെൻഷൻ തുക മുൻകൂറായിട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വരുന്ന 6 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ അടുത്ത 1 വർഷത്തിനുള്ളിലോ തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നെ ഘട്ടങ്ങളായിട്ട് നടപ്പിലാക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതുവഴി അടിസ്ഥാന പെൻഷനിൽ 1000 രൂപയുടെ വർധനവുണ്ടാവുകയും ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ തുക ആനുകൂല്യമായിട്ട് ലഭിക്കുകയും ചെയ്യും. ഓണക്കാലത്ത് 4000 രൂപ, അതായത് 2 മാസത്തെ പെൻഷൻ തുക ഒന്നിച്ചു നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഓഗസ്റ്റ് 15 ശേഷം തന്നെ തുക വിതരണം ആരംഭിക്കാനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 26 തിരുവോണത്തിന് മുൻപായി തന്നെ തുക എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുക കൂടി മുൻകൂറായിട്ടാണ് ഓണത്തിന് നൽകുന്നത് എന്നതിനാൽ തന്നെ അടുത്ത പെൻഷൻ ഗഡുവിനായിട്ട് നമ്മളെല്ലാവരും ഒക്ടോബർ മാസം അവസാന വാരം വരെ കാത്തിരിക്കേണ്ടതായി വരുമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ 60 വയസ്സ് പൂർത്തിയായവർക്കും അതോടൊപ്പം തന്നെ വിധവകൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷനായി എപ്പോൾ വേണമെങ്കിലും പുതിയ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. ഇതിനായി പ്രത്യേക അവസാന തീയതികളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ, അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് ആവശ്യമായിട്ടുള്ള സാക്ഷ്യപത്രങ്ങളുടെയൊക്കെ തന്നെ മാതൃകകൾ അത് കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് വരുമാന സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷ നൽകി രേഖകൾ മുൻകൂട്ടി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വ്യക്തിഗത വിവരങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഭിന്നശേഷിക്കാർക്കുള്ള മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റോ വിധവാ പെൻഷനുള്ള രേഖകളോ കൃത്യമായിട്ട് സമർപ്പിക്കണം. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ച ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപേക്ഷ കൃത്യമായിട്ട് പരിശോധിച്ച് അതിന് അംഗീകാരം നൽകുന്നതോടെ പെൻഷൻ ID ക്രിയേറ്റ് ആവുകയും ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് അടുത്ത മാസം മുതൽ തന്നെ പെൻഷൻ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമായി തുടങ്ങുകയും ചെയ്യുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച ഓഗസ്റ്റ് 4 തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 13,200 രൂപയിലും പവന് 160 രൂപ കുറഞ്ഞ് 1,56,600 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾ തുറന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറക്കാതെ ഫോളോ ചെയ്യുക.